നോമ്പ് തുടങ്ങിയ ശേഷം സ്പെഷ്യൽ വിഭവങ്ങളാണ് ഉണ്ടാവാറ്. അതും നോൺ വെജാണ് എപ്പോഴും ഉണ്ടാക്കാറ്. ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ നാടൻ പുട്ടും പഴവും. കുട്ടികൾക്ക് വെച്ചെങ്കിൽ തീരെ ഇഷ്ടമല്ലാത്തൊരു പലഹാരമാണിത്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന പലഹാരമല്ലേ ഇത്. കുറേ നാളുകളായി പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. എനിക്കും ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടാ പുട്ടും പഴമൊക്കെ. പിള്ളേർക്ക് വെച്ചെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. നോമ്പ് തുടങ്ങിയ ശേഷം പള്ളിക്ക് നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ വരാറ്. ഇവരുടെ ചർച്ച കേട്ടാൽ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഇവിടുത്തെ പള്ളി കമ്മിറ്റി ഇവരോട് ചോദിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന്. എല്ലാ വീഡിയോയിലും ചോദിക്കാറുള്ള പോലെ പുട്ടുപഴം കൊടുത്തിട്ട് ഞാൻ അഭിപ്രായം ചോദിച്ചു. തിന്നിട്ടേ പരീക്ഷയ്ക്ക് പഠിക്കാത്തവന്മാരുടെ അഭിപ്രായം ഒന്ന് കേട്ടോക്ക്. ഈ പുട്ട് നല്ല സ്പെഷ്യൽ പുട്ടാണ്. ഇത് വാപ്പിക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റണ പുട്ടാണ്. ഈ പുട്ട് തിന്ന 2 ആഴ്ച നമുക്ക് തള്ളി മറിക്കാം. എങ്ങനെയുണ്ട് പുട്ട്? എന്തേ സൂപ്പറായ? അടിപൊളി അടിപൊളി. ആരും ഇങ്ങനത്തെ ഒരു പുട്ടുണ്ടാക്കരുത്, നാവിന്ന് ടേസ്റ്റ് പോയില്ല. പുട്ട് അടിപൊളി കാണിച്ചിട്ട് എന്നും ഈ പുട്ടുണ്ടാക്കണ്ട. ഈ ടേസ്റ്റ് എന്നും എനിക്ക് നാവിൽ നിൽക്കണം.